എടാ തന്നോട് ഇതും കൂടി ചേർത്ത് 7ാമത്തെ തവണയല്ലേ ഞാൻ പറയുന്നത്. ഒരാളൂടി വരാനുണ്ട്, വന്നിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഒന്ന് പോയി തരൂ. സോറി മാഡം. ഓക്കെ. ഒരു പൈനാപ്പിൾ ജ്യൂസ്. നിനക്ക് 2 പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ ജ്യൂസ് 2. ഞാൻ പറഞ്ഞു നിന്നോട് എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് വേണമെന്ന്. എടോ, ഒരു മാംഗോ, ഒരു പൈനാപ്പിൾ. ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാ, പക്ഷെ ഞാനായിട്ടത് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. അപ്പൊ നീ തന്നെ ഇതാണ് നിന്റെ കുഴപ്പം. എന്ത് പറഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് കയറി പറയും. അല്ല, അപ്പൊ നീ എന്താണ് ഇപ്പൊ ചെയ്തത്? ഞാൻ പറയുന്നതിന്റെ ഇടയിൽ കയറി പറഞ്ഞാൽ നീ എന്തോ പറയാൻ വന്നതല്ലേ? എന്തായിരുന്നു അത്? അല്ല, ഞാനൊരു 18 മിനിറ്റ് 36 സെക്കൻഡ് ലേറ്റ് അല്ലേ? അപ്പൊ നീ പറ. എന്തായാലും നീ ലേറ്റ് അല്ലേ? അപ്പൊ പിന്നെ നീ തന്നെ പറ. ഞാൻ ഇടയിൽ കയറി സംസാരിക്കുന്ന ആളല്ലേ? അപ്പൊ നീ പറ. അതൊക്കെ ശരി, പക്ഷെ ഇപ്പൊ നീ ആദ്യം പറഞ്ഞാ മതി. നീ പറഞ്ഞിട്ടേ ഞാൻ പറയണുള്ളൂ. നീ പറഞ്ഞിട്ടേ ഞാൻ പറയും. രമ്യ, നീ പറ. നീ പറ. എടി, നീ പറ. 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 നിന്റെ കയ്യിലിരിക്കുന്നത് മെനു കാർഡാണ്, അല്ലാതെ മോഡേൺ ആയിട്ടല്ല. ഇങ്ങനെ നോക്കി അപഗ്രഥിച്ചോണ്ടിരിക്കാൻ കഫേന്ന് ബോർഡ് കണ്ട അപ്പ ഇറങ്ങിക്കോളും. കുറ്റിയും പറിച്ച് യുവമിതനങ്ങൾ സല്ലപിക്കാൻ വേണ്ടി 2 പുളുക്ക ജ്യൂസ് ഓർഡർ ചെയ്യും. അവന്റെ കുണവിധ കേൾക്കണം. നിനക്ക് കഴിക്കാൻ വല്ല വേണോടി? ഫ്രഞ്ച് ഫ്രൈസ്. നിനക്ക് അവിച്ച കിഴങ്ങ് ഞാൻ തരാം. എന്തായാലും എന്റെ പണി പോയി.